ഒരു ചെക്കൻ സിറ്റിയിൽ നിന്ന് ഈ സുന്ദരി കുട്ടി പല്ലവിയെ ഇവിടെ വന്ന് പിറന്നാൾ ആശംസിച്ചു കഴിഞ്ഞ എനിക്കല്ലേ സുരഭി അതിന്റെ ഒരു ഇത്. നിന്റെ ഈ മൂശയുടെ സ്വഭാവത്തിന് അയാൾ ഇത്രയും ദൂരത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഓരോരുത്തരെ പ്രേമിച്ചവർക്ക് വേണ്ടിയേ ജീവൻ വരെ കൊടുക്കുന്നു. അതറിയൂടെ നിനക്ക്? പിടി. എനിക്കെന്തോ ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല. എവിടെ പോയി ഒളിച്ചിരിക്കുക എന്റെ മുത്തശ്ശ? എന്റെ ഉദയനൂരമ്മ, വരാൻ പോകുന്ന ആപത്തുകളെ തടയാനുള്ള ശക്തി എനിക്ക് തരണേ. രാക്ഷസി, നീ എന്നെ ഒരിക്കലും തിരിച്ചറിയാൻ പാടില്ല. അതിനുവേണ്ടിയാ ഞാൻ ഈ ആൾമാറാട്ടം നടത്തിയത്. ഞാൻ ദൈവത്തെ പോലെ കണ്ടിരുന്ന എന്റെ ഗായത്രി അമ്മയെ നീ കൊന്നു. ആ കുടുംബത്തിന് നേരെ നീ ചെയ്ത ദ്രോഹം ഓരോന്നോരോന്നായി ഞാൻ പുറത്തു കൊണ്ടുവരും. ഞാൻ നിരപരാധിയാണെന്ന് നിന്റെ നാവ് കൊണ്ട് തന്നെ ഞാൻ പറയിക്കും. എല്ലാം ചെയ്തു കൂട്ടിയത് നീയാണെന്ന് ഞാൻ തെളിയിക്കും. എന്നിട്ട് നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലും. അതുവരെ ഞാനൊരു അന്ധനായി അഭിനയിക്കാൻ പോവുക. കാണുന്നവർക്ക് ഞാനൊരു കുരുടനായി തോന്നിയാലും നിന്നെ ഞാൻ നരകത്തിലേക്ക് വിട്ടിട്ട്
നിന്റെ ശരീരം കത്തിയെരിയുന്ന ചിത ഞാൻ കണ്ണു നിറയെ കാണും. ഓർത്തോ പ്രഭാവതി, ഞാൻ വരികയാ നിന്നെ തേടി. അമ്മേ, എന്റെ ഉദയന്നൂരമ്മേ, ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ 16 വർഷം ശിക്ഷ അനുഭവിച്ചു. ഇന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു, യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തി തക്കതായ ശിക്ഷ കൊടുത്തിരിക്കും. അതിന് എന്റെ അമ്മ എനിക്ക് ശക്തി തരണേ. എന്റെ മനസ്സിൽ കണ്ട സ്ഥലം ഇത് തന്നെയാ. ആ സ്ഥലത്ത് തന്നെയാ ഞാനിപ്പോ വന്നിരിക്കുന്നതും. ആ മുത്തശ്ശനിത് എവിടെയാ? കാണുന്നില്ലല്ലോ. ആരായിരിക്കും മുത്തശ്ശൻ? ഉദയനൂരമ്മ എന്തിനു വേണ്ടിയായിരിക്കും ആ മുത്തശ്ശൻ എനിക്ക് കാണിച്ചു തന്നത്? എന്റെ ദേവി, എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയണേ. ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? എന്റെ ദേവി, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. ഗോപിയേട്ടാ, എന്റെ ഈ സ്പർശം അറിയുന്നുണ്ടോ? എന്റെ ഈ സാന്നിധ്യം അറിയുന്നുണ്ടോ? എന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലേ? ഞാനുണ്ടായിരുന്നെങ്കിൽ ഗോപിയേട്ടൻ ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. ഗോപിയേട്ടൻ വിചാരിക്കുന്നത് പോലെ എന്റെ മരണം ഒരു ആക്സിഡന്റ് അല്ല ഗോപിയേട്ടാ. അതൊരു കൊലപാതകമാണ്. എന്നെ
ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കിയവരെയും ഗോപിയേട്ടനെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചവരെയും വിശാലിനെ കൊത്തി വീഴ്ത്താൻ കാത്തിരിക്കുന്ന കഴുകന്മാരെയെല്ലാം പാർവതി കണ്ടെത്തും ഗോപിയേട്ട. അതിനുശേഷേ എന്റെ ആത്മാവ് ഈ ഭൂമി വിട്ടു പോകും. അച്ഛൻ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛൻ. എനിക്ക് അച്ഛന്റെ ഈ കിടപ്പ് കാണാൻ വയ്യ. എന്റെ അച്ഛനെ ആ പഴയ പ്രതാപത്തോടെ കാണാൻ ഞാൻ ഇനി എത്ര നാളാ കാത്തിരിക്കേണ്ടത്? അച്ഛന് ഓർമ്മയുണ്ടോ ഞാനും അമ്മയുള്ള ആ നല്ല കാലം? നമ്മള് ഡാർജിലിംഗിൽ പോയത് അച്ഛൻ ഓർമ്മയുണ്ടോ? ആപ്പിൾ തോട്ടത്തിനിടയിലൂടെ 3 പേരും ഒരു പുതപ്പിനുള്ളിൽ കെട്ടിപ്പിടിച്ച് നടന്നതൊക്കെ ഓർമ്മയുണ്ടോ? എന്തൊരു തണുപ്പായിരുന്നല്ലേ അച്ഛ. പിന്നെ നമ്മൾ നിലമ്പൂർ കോവിലത്ത് പോയത് ഓർമ്മയില്ലേ? പിന്നെ നമ്മൾ കാർഡ്സ് കളിച്ചപ്പോ അച്ഛൻ കള്ളക്കളി കളിച്ചപ്പോ അമ്മ അച്ഛന്റെ ചെവിക്ക് പിടിച്ചത് ഓർമ്മയില്ലേ? എന്ത് രസമായിരുന്നല്ലേ ആ കാലം. അമ്മ നമ്മളെ വിട്ടു പോയപ്പോ അച്ഛൻ അച്ഛന്റെ എല്ലാ ബിസിനസ് തിരക്കുകൾക്കിടയിലും എന്നെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി. ഇന്ന് അച്ഛൻ എല്ലാ തിരക്കുകൾക്കിടയിൽ നിന്നും ഒഴിഞ്ഞു മാറി കിടക്കുന്നത് കാണുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല അച്ഛൻ. എന്റെ അമ്മ ഇന്നുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോവാ. അമ്മ ഇവിടെ തന്നെയുണ്ട്. അമ്മയെല്ലാം കാണുകയും കേൾക്കുന്നുണ്ട്. എന്റെ പൊന്നുമോനെ, അച്ഛനോടുള്ള നിന്റെ ഈ സ്നേഹം കാണുമ്പോ സന്തോഷം കൊണ്ട് അമ്മയുടെ മനസ്സ് നിറഞ്ഞു. നിന്റെ ഈ സ്നേഹം അനുഭവിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോ കണ്ണു നിറയുന്നു. അച്ഛൻ ഉണർന്നു കിടക്കുമ്പോ എനിക്ക് എന്റെ സങ്കടങ്ങൾ പറയാൻ കഴിയില്ല. അച്ഛൻ അത് കൂടുതൽ മനോവേദന ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ടാ വല്ലാത്ത കഷ്ടമായല്ലോ ഇത്. എന്താ പറ്റിയതിന്? സർവീസ് ചെയ്തിട്ട് ഒരാഴ്ച പോലും ആയില്ല, അതിനു മുന്നേ വണ്ടി നിന്നു. ഹലോ, വർക്ക്ഷോപ്പല്ലേ? നിങ്ങൾ എന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? സർവീസ് ചെയ്തിട്ട് ഒരാഴ്ച പോലും ആയില്ല. എൻ്റെ കാർ ഇപ്പം ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇയാളിപ്പോൾ എൻ്റെ കൈ കിട്ടിയാണ്ടല്ലോ.
എന്റെ സ്വഭാവം നിനക്കറിയില്ല. അയ്യോ, എന്റെ വണ്ടി. മുത്തശ്ശ, മാറ്. അയ്യോ, മുത്തശ്ശ, എഴുന്നേക്ക്. സൂക്ഷിച്ച്. എന്താ മുത്തശ്ശ ഇത്? മുത്തശ്ശനൊന്നും പറ്റിയില്ലല്ലോ? കൈക്ക് നല്ല വേദന. മുറിവൊന്നും ഇല്ലല്ലോ? ഞാൻ നോക്കട്ടെ. ദാ ഇത് പിടിക്കോ. സൂക്ഷിച്ച് നടക്കണ്ടേ? ഇത് റോഡല്ലേ. ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിലോ? എന്തുണ്ടാവാനാ മോളെ, ചത്തുപോവും, അത്ര തന്നെ. എത്രയോ നായ്ക്കൾ വണ്ടിയിടിച്ച് ചാവുന്നു, അതുപോലെ ഈ കിളവനും. അങ്ങനെ നടക്കാതിരിക്കാനല്ലേ ഞാൻ വന്നത്. അല്ല, നിന്റെ പേരെന്താ മോളെ? പാർവതി. പാർവതി. സാക്ഷാൽ ശ്രീ പാർവതി ദേവിയുടെ പേര്. മുത്തശ്ശൻ എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ? ലക്ഷ്യമില്ലാത്ത യാത്രയാ കുഞ്ഞെ. അന്ധനായ എനിക്ക് മുന്നിലുള്ള വഴികളെല്ലാം ഇരുട്ടല്ലേ, കൃത്യമായി പോകാൻ ഒരിടവില്ല. അപ്പോ എവിടെന്നാ വരുന്നത്? ഞാൻ വരുന്നത് ഒരു വിശേഷപ്പെട്ട സ്ഥലത്തുനിന്നാ, സെൻട്രൽ ജയിലിൽ നിന്നാ. എന്റെ ദേവി, ഒരു കുറ്റവാളിയാണല്ലോ ഞാൻ രക്ഷിച്ചത്. എനിക്ക് പേടിയാവുന്നു എന്റെ ഉദയനൂരമ്മ. പക്ഷേ കണ്ടിട്ടൊരു കുറ്റവാളിയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാഴ്ചയില്ലാത്ത ഈ പാവം എന്തു കുറ്റം ചെയ്തിട്ടുണ്ടാവുക? എന്നെപ്പോലെ ആരോരും ഇല്ലാത്തവർക്ക് ഉദയന്നൂരമ്മ മാത്രമാണ് തുണ. ഉദയനൂരമ്മയോ? മുത്തശ്ശനും ഉദയനൂരമ്മയുടെ മേലെ വിശ്വാസമുണ്ടോ? ഉദയനൂർ ദേവി എത്ര ശക്തിയുള്ളവളാന്നറിയോ? മുത്തശ്ശന്റെ സ്ഥലം ഉദയനൂരാണോ? അല്ല, ഉദയന്നൂരമ്മയെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. അല്ല, മോള് ഉദയന്നൂരിൽ നിന്നാണോ? ആ, ഞാൻ അവിടെയാ ജനിച്ചതും വളർന്നതും ഒക്കെ. എന്റെ നാട് ഉദയനൂര്. എന്റെ ഭർത്താവായ വിശാൽ സാറിന്റെ വീട് ഇവിടെ അടുത്താ. ഗോപിനാഥ് സാറിന്റെ മരുമോളാ ഞാൻ. അല്ല, ആരാന്നാ പറഞ്ഞത്? ഗായത്രി എന്ന പേരുള്ള വലിയ വലിയ കമ്പനികളൊക്കെ ഇല്ലേ, അതിന്റെ ഉടമസ്ഥന്റെ ഭാര്യയാ ഞാൻ. അപ്പോ ഗായത്രി അമ്മയുടെ മരുമോളാണോ ഈ പാർവതി? അല്ല മോളെ പാർവതി, നിന്റെ ഭർത്താവിന്റെ അമ്മയുടെ പേരെന്താ? എന്റെ ഭർത്താവിന്റെ അമ്മയുടെ പേര് പ്രഭാവതി എന്നാ അവര് വിശാൽ സാറിന്റെ വളർത്തമ്മയാ. യഥാർത്ഥ അമ്മയുടെ പേര് ഗായത്രി ദേവി. പാവം, മരിച്ചുപോയി. മുത്തശ്ശ, ഞങ്ങളുടെ കുലദൈവവും ഉദയനൂർ ദേവി തന്നെയാ. മുത്തശ്ശന് വിരോധമില്ലെങ്കിൽ എന്റെ ഒപ്പം പോരുന്നോ? ഞാൻ നല്ലപോലെ നോക്കിക്കോളാം. അത് വേണ്ട മോളെ. അങ്ങനെ പറഞ്ഞ പറ്റില്ല. മുത്തശ്ശൻ എന്റെ കൂടെ വന്നേ പറ്റൂ. മടിക്കണ്ട മുത്തശ്ശ, എന്റെ ഒപ്പം പോരൂ. എന്റെ ഭർത്താവ് നല്ല മനുഷ്യനാ, എതിരൊന്നും പറയില്ല. മടിച്ചു നിൽക്കാതെ വാ, നമുക്ക് പോവാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ
കൗരവർക്കെതിരെ യുദ്ധം ചെയ്യാൻ അർജുനന് തേര് തെളിയിച്ച ഭഗവാൻ കൃഷ്ണനെ പോലെ എനിക്കൊരു തേരാളിയായി പാർവതി.